ഹായ് ആൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷഹ്മ ബി എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരു ഹെൽത്തി ഗോതമ്പ് ദോശയുടെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഗോതമ്പ് പൊടി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പോലും ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ആദ്യം നമുക്ക് മസാല റെഡിയാക്കാം. 2 സവാള പൊടിയായി അരിഞ്ഞതാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണേ. ഈ സമയത്ത് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഉള്ളി ചെറുതായി വന്നിട്ടുണ്ട്. പൊടിയായി അരിഞ്ഞു വെച്ച 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ചേർത്ത് കൊടുത്തു. ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. മൂടി വെച്ച് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് അല്പം മല്ലിയില കൂടി ചേർക്കുന്നുണ്ട്. മൂന്ന് മുട്ട പുഴുങ്ങി ചെറുതായി കഷ്ണങ്ങളാക്കിയെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടെ ചെറുതായി മിക്സ് ചെയ്തെടുക്കുക. ഇനി അല്പം ഗരം മസാല പൊടിച്ചതാണ്, 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ മുട്ട പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ചെറുതായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പം വെന്ത് വന്നിട്ടുണ്ട്. ദോശയ്ക്കുള്ള മാവ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് ദോശമാവ് റെഡിയാക്കേണ്ടത്. കൂടുതൽ കട്ടിയാവാതെയും അതുപോലെ തന്നെ പറ്റി ലൂസാവാതെയും ശ്രദ്ധിക്കണം. ദോശക്കല്ല് ചൂടായി വന്നിട്ടുണ്ട്. ഒരു കയ്യിൽ മാവ് വെച്ച് ഒന്ന് എല്ലാം ചുറ്റിച്ച് കൊടുക്കുക. മാവ് ഒഴിച്ച ഉടനെ തന്നെ മുട്ടക്കൂട്ട് നമുക്കതിന് മേലെ വെച്ച് പരത്തി കൊടുക്കുക. ഇതിന് മീതെ അല്പം എണ്ണയോ നെയ്യോ തൂവി കൊടുക്കുക. ദോശ മറിച്ചിട്ട് 2 വശവും ചെറുതീയിൽ നല്ലതുപോലെ വേവിച്ചെടുക്കുക.
കുട്ടികൾക്കും ദോശയെല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇത്രയും മാവ് കൊണ്ട് 4 ദോശ മാത്രമല്ല കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. കുട്ടികൾ രണ്ടാളും ചുടുന്നതിനോടൊപ്പം തന്നെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെ ഗോതമ്പ് ദോശ ഉണ്ടാക്കി കൊടുത്താലും അവർ കഴിക്കില്ലായിരുന്നു. ഇതുപോലെ ചെയ്തപ്പോൾ അവർക്ക് ഇഷ്ടമായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക.